നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് ഫുൾ മൂണാണ്, തിരുവാതിരയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന്. ഫുൾ മൂണിൻ്റെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒന്നും ഇടുന്നില്ല. റെമഡീസ് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി. അതേ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അത് ഞാൻ താഴെ ടാഗ് ഇടാം. ലിങ്ക്സ് നോക്കിയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഫുൾ മൂണിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, പ്ലേലിസ്റ്റ് ഉണ്ട് ചാനലിലെ. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഫുൾ മൂൺ എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് കാണും. ഓക്കെ, പ്ലീസ് അതിലുള്ളത് കാണാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് ഇന്ന് എനർജി ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. ഓക്കെ, ചില പൊട്ടിത്തെറികളൊക്കെ വരാനുള്ള സാധ്യതകളാണ് ഫുൾ മൂൺ ദിവസങ്ങളിലൊക്കെ. സോ ആദ്യമേ ഞാൻ വാർണിംഗ് തരുന്നു, സൂക്ഷിക്കാം. ഈ വീഡിയോ ഒന്ന് കുറച്ച് നേരത്തെ അപ്ലോഡ് ചെയ്യാം, സോ ദാറ്റ് നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫുൾ മൂൺ നിങ്ങളുടെ ബന്ധത്തിൽ ഇന്ന് എങ്ങനെ അഫക്റ്റ് ചെയ്യും നോക്കാം നമുക്ക്. ഓക്കെ, ഇന്നത്തെ ഓക്കെ തിരുവാതിര ദിവസമൊക്കെ ആണ്, നല്ലതാണ്. എന്നാലും ഈ ഫുൾ മൂണിൻ്റെ ഒരു ഇഫക്റ്റ് എല്ലാവർക്കും ഒരു മൂഡ് അപ്സെറ്റ് ആവല്, ഇറിറ്റേറ്റ് ആവല്, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നതാണ്, എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഓക്കെ, സോ മോർണിംഗ് ആയിട്ട് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണോ എന്നുള്ളത് എന്തായാലും നോക്കാം. ഓക്കെ, നല്ല എനർജി ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളുടെ ഫുൾ മൂണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇന്നത്തെ ദിവസം എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള വെരി നൈസ്, ബ്യൂട്ടിഫുൾ, വാവ്, ഗ്രേറ്റ്. ഫുൾ മൂൺ സൂക്ഷിച്ചോളൂ. ഓക്കെ, വാർണിംഗ് ആണ് ആദ്യമേ വന്നിട്ടുണ്ട്. ചാരിയറ്റ്. ഓക്കെ, 10 of Wands. ഓക്കെ, സൂക്ഷിക്കേണ്ട ദിവസം തന്നെയാണ്. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, 2 of Cups, ഗുഡ്. ടെമ്പറൻസ്. ഓക്കെ, സമാധാനം. 10 of Wands, 10 of Swords, വെരി ഗ്രേറ്റ്, നന്നായിട്ടുണ്ട്. 5 Swords. ശരിയല്ല കേട്ടോ ഇന്നത്തെ ദിവസം. ഓ വാ, ഇന്നത്തെ ദിവസം ശരിയല്ല, സൂക്ഷിക്കാം. ഇത് 8 of Swords ആണ്. ഓക്കെ, പക്ഷേ ഓക്കെ, ബോട്ടം ഡെവിൾ, 8 of Pentacles, 6 of Pentacles. ദേഷ്യം, കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ. ഓക്കെ, ഞാൻ വാർണിംഗിൽ തന്നെ ഐ തിങ്ക് മേലെ തന്നെ കൊടുക്കാം. കാരണം നിങ്ങൾ സ്പെസിഫിക്കലി രാവിലെ തന്നെ ഇത്തിരി നേരത്തെയും ഞാൻ അപ്ലോഡ് ആക്കാനും പോലെ റെഡിയാക്കാം. ഓക്കെ, എന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ, ശരിയല്ല ദിവസം, ശരിയല്ല. ഓക്കെ, ഡെവിൾ എനർജി ഉണ്ട്, മൂൺ കാർഡ് ഉണ്ട്. ഇതും ആക്ച്വലി ഇത് മൂൺ കാർഡുമാണ്. ഇത് ഹൈ പ്രിസ്റ്റസ് ആണ്, പക്ഷെ ഇവിടെ മൂൺ ഉണ്ട്. ഓക്കെ, സോ പ്രത്യേകം വാർണിംഗ് തന്നെയാണ്, ഉറപ്പാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് എനർജി അപ്പ് ആൻഡ് ഡൗൺ. ഓൾറെഡി ഞാൻ കുറച്ച് പേരുടെ മെസ്സേജസും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ എനിക്കറിയാം, എൻ്റെ തന്നെ എനർജി എനിക്കറിയാം. സോ എനിക്കറിയാം അത് പലരുടെയാണ് ഞാൻ പിക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സോറി, ഞാൻ സംസാരിക്കുന്ന ലേശം സൗണ്ട് കുറവുണ്ട് തോന്നുന്നു ഇപ്പോൾ 2 ദിവസമായിട്ട്. ഐ മീൻ ഈ ഒരു 1 വീക്കായിട്ട്. എനിവേ, മൂന്ന് നിങ്ങളെ അഫക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും രണ്ടും അഫക്റ്റ് ചെയ്യാനുള്ള ഹൈ ചാൻസസ് ആണ്. ഓക്കെ, ഫുൾ മൂണിൻ്റെ എനർജി കാരണം ഈ മൂൺ തന്നെ ഈ ഫുൾ മൂൺ വരുന്നത് നിങ്ങളുടെ ചില ട്രിഗേഴ്സിനെ മേലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് മെയിനായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് നിങ്ങൾ ട്രിഗേഴ്സ് വരുന്നത് പറയാം. ഓക്കെ, ഞാൻ ഇത്തവണത്തെ ഫുൾ മൂൺ, ഓക്കെ, ഈ January 13th, 2025 ഫുൾ മൂൺ വരുന്നത് വുൾഫ് മൂൺ എന്നുകൂടി പറയൂ ഇതിന്. ഓക്കെ, ഈ വുൾഫ് മൂൺ എന്താണെന്ന് വെച്ചാൽ, ഇത് എന്താ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ദേഷ്യങ്ങളെ മേലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമാണ്. ഓക്കെ, അത് പ്രത്യേകം ഈ മൂണിൻ്റെ ഒരു എനർജി അങ്ങനെയാണ്. വുൾഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഓക്കെ, നമ്മുടെ ഫോക്സിൻ്റെ ഒരു ചേട്ടൻ. വുൾഫ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പവർഫുൾ ആനിമലാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ചില ഒരു പവർഫുൾ ഇമോഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. ആൻഡ് അത് തന്നെ നിങ്ങളുടെ ദേഷ്യങ്ങളൊക്കെയാണ് ഇന്ന് കൂടുതൽ മേലെ കൊണ്ടുവരാൻ പോകുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം തോന്നാനുള്ള സാധ്യത ഇന്ന് കൂടുതലാണ്. ഓക്കെ, ബട്ട് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ചിലത് പഠിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അങ്ങനെ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ട്രിഗർ ആവുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് എങ്ങനെ അതിനെ മാറ്റിയെടുക്കണം, അതിനെങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഫീലിംഗ് കൂടി നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഓക്കെ, ബട്ട് എന്നാലും അത് മേലെ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ട്രിഗർ ചെയ്ത് വിടുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ, കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾ അതിനെ ഓർക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മീൻസ് കൂടുതൽ വേദനിപ്പിച്ച കാര്യങ്ങളെ ഓർമ്മ വരിക. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം, അതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷൻ, ഓക്കെ, ആ ഫ്രസ്ട്രേഷൻ പുറത്തു വരുന്ന ഒരു ദിവസമാണെന്ന്
ആൻഡ് അത് മാത്രമല്ല, പക്ഷെ അത് നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അങ്ങനെ അത് മേലെ വരുമ്പോൾ ഓക്കെ പാസ്റ്റ് ആണ്, അത് ലെറ്റ് ഗോ ചെയ്യണം, അതിനെ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് എങ്ങനെ നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. ജനറൽ കൂടി ഞാൻ പറയുകയാണ്, ജനറൽ മാത്രമല്ല ഈവൻ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് പുറത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ട്രിഗർ ആവുന്നത്. ഓക്കെ, ട്രിഗേഴ്സ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തിൽ എന്തെങ്കിലും പറയുക, പരസ്പരം പറയുക, ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഫ്രസ്ട്രേഷൻ ഒന്ന് തീർന്നു പോകാന്നുള്ള രീതിയിലാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അത് മറ്റേ ആൾ കൂടി ഹേർട്ടാവും, ഓക്കെ കേൾക്കുന്ന ആളും പരസ്പരം. ഐ തിങ്ക് ഇതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. സോ ഇന്ന് ഒന്ന് സൂക്ഷിക്കുക എന്തായാലും. ഓക്കെ, അതിനുശേഷം പക്ഷെ നമ്മൾ ഈ മനസ്സിൽ നിന്ന് കുറേ പുറത്ത് പോയി കഴിയുമ്പോൾ നമ്മൾ തമ്മിലെല്ലാം ഒന്ന് കലങ്ങി തെളിയും എന്ന് പറയില്ലേ, ആ അവസ്ഥയിലേക്കും വരും. ഓക്കെ, ഇവിടെ നിന്ന് കാണുന്നതും എനിക്ക് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത് അതിനെക്കുറിച്ച്. ഇവിടെ നിങ്ങളുടെ മൂൺ നിങ്ങളെ ട്രിഗർ ചെയ്യും ഡെഫിനറ്റ്ലി. ഓക്കെ, നിങ്ങൾ ഇമോഷണൽ ആവുന്ന ദിവസമാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണും ഇമോഷണൽ ആയിരിക്കും. അത് ഓർക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ മാത്രമല്ല, പേഴ്സണും ഉണ്ടാവും. അവർക്കത് അറിഞ്ഞിട്ടല്ല, പക്ഷെ അവരത് ഡീൽ ചെയ്യുന്ന രീതിയും നിങ്ങളെപ്പോലെ അവർക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. നിങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് അത്ര പോലും അറിയില്ല. അപ്പോൾ ആലോചിച്ച് നോക്കാം, അപ്പോൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും അല്ലേ? അപ്പോൾ അതിൻ്റെതായ ഒരു ദേഷ്യമോ കാര്യങ്ങളോ ചിലപ്പോൾ അവർ കാണിക്കാനുള്ള സാധ്യതയാണ്. സൂക്ഷിക്കാം. നിങ്ങളത് കേട്ടിട്ട് പക്ഷെ നിങ്ങൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള പോലെ ഇരിക്കും. ഓക്കെ, നിങ്ങൾക്കും ദേഷ്യം വരും, ട്രിഗർ ആവും. പക്ഷെ എങ്ങനെ അതിനെ മാനേജ് ചെയ്യും എന്നുള്ള ഒരു ടെസ്റ്റാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, എനിവേ എന്തായാലും നടക്കാനുള്ളതൊക്കെ നടക്കും. ഓക്കെ, യൂണിവേഴ്സ് തീരുമാനിക്കും. എനിവേ ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. ഓക്കെ, ഇൻറ്റ്യൂഷൻ എന്ന രീതിയിൽ പറയാം. ആക്ച്വലി അത് മാത്രമല്ല, ഇൻറ്റ്യൂഷൻ എന്ന് മാത്രമല്ല, ഇന്നത്തെ ദിവസം വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജീസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിഗേഴ്സ് തീർച്ചയായിട്ടും വരും. ഓക്കെ, ചില മിസ്റ്റീരിയസ് കാര്യങ്ങൾ എന്ന് പറയും, നമ്മൾ ഹിഡൻ കാര്യങ്ങൾ ചിലപ്പോൾ അറിയാനുള്ള സാധ്യതയാണ്. അതിനെക്കുറിച്ച് മീൻസ് ചില കാര്യങ്ങൾ ഇവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടാവും, മനസ്സിൽ കിടക്കുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, മനസ്സിൽ കിടക്കുന്ന ചില ഹിഡൻ കാര്യങ്ങൾ. ഓക്കെ, ചില രഹസ്യങ്ങൾ എന്നില്ല, ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളും അതൊക്കെ തന്നെയായിരിക്കാം. അതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ ഫീൽ ചെയ്യാനുള്ള സാധ്യതയാണ്. ഓക്കെ, നിങ്ങൾക്ക് മാത്രമല്ല, ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണിനും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇവിടെ മേ ബി നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനോ ആക്ച്വലി എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അത് തടസ്സപ്പെടും. ഓക്കെ, അങ്ങനെ പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തടസ്സപ്പെടാനുള്ള സാധ്യതയാണ്. മീറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ ആക്ച്വലി ഇന്നത്തെ ദിവസം അത് മാറ്റി വെച്ചേക്കാം. നിങ്ങളും അത് മീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് അത്രയും നല്ലത്. ബട്ട് ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റി വെക്കാൻ മീൻസ് അത് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ലൈക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് തടസ്സം വരും. ഓക്കെ, യെസ്, അതെനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞു. എനിവേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ തടസ്സം വരും, അങ്ങനെ എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഇന്ന് ചിലപ്പോൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അവരുടെ ലൈഫിലും എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ ലൈഫിലെ ബേർഡൻസ് അവരുടെ മേലെ, ഓക്കെ ഒരുപാട് സ്ട്രെസ്, ടെൻഷൻ, ബേർഡൻ അവരുടെ മേലെ ഉണ്ടാവും. ആൻഡ് ഐ തിങ്ക് അവർ 10 of Swords എനർജി ഉണ്ട്, വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു ഇതിലാണ് എനിക്ക് കാണുന്നത്. അത് അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിൻ്റെയും ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ സ്ട്രെസ് ആക്കുന്ന കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ട്രിഗറിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ദേഷ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ദേഷ്യപ്പെടാനും. ആക്ച്വലി കാർഡ് ഞാൻ ഇങ്ങനെ വെച്ചു. ഓക്കെ, എനിക്ക് മറക്കേണ്ടി വരും കേട്ടോ, സോറി. ഓക്കെ, ഞാൻ കാർഡ് മറിക്കും, ഒന്നും വിചാരിക്കേണ്ട. ഞാനിപ്പോഴും ഓർത്ത് തന്നെ ആക്ച്വലി ന്യൂഡാണിതിൽ, അതുകൊണ്ട് ഞാൻ മറക്കേണ്ടി വരും. സോ ഓക്കെ, നിങ്ങളുടെ പേഴ്സണും അല്പം ദേഷ്യപ്പെടാനും, നിങ്ങൾ ഇമോഷണൽ ആവും, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ട്രിഗർ ആവും, അവരും ദേഷ്യപ്പെടും, നിങ്ങളും ചിലപ്പോൾ ദേഷ്യപ്പെടാനുള്ള സാധ്യത എല്ലാം ഒരു ദേഷ്യങ്ങളുടെ ഒരു എനർജി കാണുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. ഓക്കെ, ഇത് ഞാൻ ലാസ്റ്റ് പറയാം. കോൺഫ്ലിക്ട്സ് വരും, നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതയാണ്. മാക്സിമം ഇന്ന് എനിക്ക് അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാറി നിൽക്കുക. ഓക്കെ, നിങ്ങളൊന്ന് ലേശം മാറി നിൽക്കുന്നത് ഇന്ന് നല്ലതായിരിക്കും. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഫുൾ മൂൺ, ന്യൂ മൂൺ സമയങ്ങളിൽ ഒന്നല്പം മാറി നിൽക്കാം, മിണ്ടാതിരിക്കുക. എനിക്ക് പേഴ്സൺ വന്നില്ലെങ്കിൽ വിട്ടേക്കുക, അവർ അവിടെ ഇരിക്കട്ടെ, നല്ല ദിവസം നല്ലതാണ്, കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, കൂടുതൽ പ്രശ്നങ്ങളാവില്ല എന്നുള്ള വിചാരിക്കുക. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്, ഒന്ന് ഈഗോ കാണുന്നുണ്ട്. ഓക്കെ, അവരെ ചില റെസ്പോൺസിബിലിറ്റീസ് ആവാം, അങ്ങനെയും പറയാം. അവരുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. അവർക്ക് പല കാര്യങ്ങളും അവർ ബാധ്യതകളുണ്ടാവും, അതിലൊക്കെ അവർ പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മാത്രമല്ല ലേശം ഈഗോവും. ഓക്കെ, നിങ്ങളുടെ ആയാലും നിങ്ങളുടെ പേഴ്സൻ്റെ ആയാലും ഈഗോ ട്രിഗർ ആവാനുള്ള സമയം ആണ്. സൂക്ഷിക്കുക. അഗൈൻ ആൻഡ് അഗൈൻ വാർണിംഗ്. ഓക്കെ, അവർ ഓൾറെഡി കുറച്ച് സ്ട്രെസ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇമോഷണലായിട്ട് പറയുക, ട്രിഗറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ തിരിച്ചും അതേപോലെ റിയാക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അവരിങ്ങോട്ട് പറഞ്ഞാലും നിങ്ങൾ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ്. നിങ്ങളും ശ്രദ്ധിക്കുക. ഓക്കെ, രണ്ടുപേരും ഐ മീൻ അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇവിടെ ഓക്കെ, പക്ഷേ ഇതെല്ലാം ഓക്കെ, ഇതിൻ്റെ എല്ലാം ഈ വന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു എനർജി മാറ്റം വരുമ്പോൾ ഓക്കെ, ഇന്നത്തെ മേ ബി ഇന്ന് രാത്രിക്ക് ഉണ്ടാവില്ല, എന്തായാലും നാളേക്ക് എന്നെടുത്തോളൂ. ഓക്കെ, 1-2 ദിവസം മേ ബി 1-2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഫുൾ മൂണിൻ്റെ എനർജി ആ ഒരു മാറി വരുമ്പോൾ നിങ്ങൾക്ക്
കാര്യങ്ങൾ ബെറ്റർ ആവുകയും ചെയ്യും. ഓക്കെ, കോംപ്രമൈസ് വരും ചെയ്യും നിങ്ങൾ. ഓക്കെ, ഇതൊരു തൽക്കാലമായ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു നിങ്ങൾക്കിത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും തണുത്ത ശേഷം പിന്നെ പറയാം, നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ, ദേഷ്യമാണെങ്കിലും ശരി, എന്തെങ്കിലും അവരെന്തെങ്കിലും ശരിക്കും ചെയ്താലും ഓക്കെ, നിങ്ങൾക്ക് ദേഷ്യം നല്ലോണം വന്നാലും ഇന്നത്തെ ദിവസം പറയണ്ട. നമ്മൾ പറയില്ലേ, ഒന്ന് തണുത്ത ശേഷം സംസാരിക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി അതാണ് ബെറ്റർ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ശരിക്കും സിറ്റുവേഷൻ തന്നെ വല്ലാതെ വേഴ്സായിപ്പോവും. സോ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിൽക്കുക. ഇന്നത്തെ ദിവസം ഒന്നും പറയാതിരിക്കുക. നാളെ കഴിയട്ടെ, 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, സോ അവസരം കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, തൽക്കാലം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമായാൽ സിവിയർ ആവാതിരിക്കുക മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് പിന്നെയും വരും. ഓക്കെ, സ്മൂത്തായിട്ട് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകും. ഇവിടെ 2 ഓഫ് കപ്സ് എനർജിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ കാർഡ്. ഓക്കെ, മൂണിൻ്റെ എനർജിയിൽ നിങ്ങളുടെ സ്നേഹമുണ്ടല്ലോ, 2 പേരുടെ ഉള്ളിലും സ്നേഹമുണ്ട്. ഓക്കെ, അതിൻ്റെ മേലെ പക്ഷേ ഈ ദേഷ്യങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചിലപ്പോൾ കേടുവരും. സൂക്ഷിക്കുക. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ കാർഡ് യൂണിവേഴ്സ് തന്നിട്ടുണ്ട് നമുക്ക്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ, അതിനു വേണ്ടി ഒരല്പം വിട്ടുവീഴ്ച വേണ്ടി വന്നാൽ വിട്ടുവീഴ്ച ചെയ്യുക. ഓക്കെ, കാരണം ഇങ്ങനത്തെ എനർജീസ് നിങ്ങളെ കൂടുതൽ വെറുതെ വേഴ്സ് ആക്കും കാര്യങ്ങൾ. ഓക്കെ, ഇല്ലാത്ത കൂടി ട്രിഗർ ആവും എന്ന് പറഞ്ഞ പോലെയാവും. ഓക്കെ, നമുക്ക് ഈ ഒരു വിഷമവും സങ്കടത്തിലും മുമ്പ് ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ടായാലും എല്ലാം കൂടി നിങ്ങൾക്കും ഒരു ഇതിലുണ്ടാവും. എന്നിട്ട് ഓക്കെ, എല്ലാം കൂടി ആ ദേഷ്യം മുഴുവൻ നിന്ന് പൊട്ടിത്തെറിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. എല്ലാം അല്ല പറയുന്നത്, എന്നാലും ചില കാര്യങ്ങൾ. ആൻഡ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തൽക്കാലം ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുക, മിണ്ടാതിരിക്കുക. ഓക്കെ, 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഫൈറ്റ് നമുക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും മുന്നോട്ട് നിങ്ങൾ തമ്മിൽ ഓക്കെ ആവും എന്നാണ് കാണുന്നത്. ഓക്കെ, ഏസ് ഓഫ് പെൻഡിക്കിൾസ്, 6 ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് 6 ഓഫ് വൺസ് ഒക്കെയാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് സോൾവ് ആവും. ബട്ട് ആ ലെവലിൽ നിന്നാൽ മാത്രം ഞാൻ പറഞ്ഞ പോലെ സൂക്ഷിക്കാം. ഓക്കെ, ഒരുപാട് ഹൈറ്റിലേക്ക് കോംപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൈവിട്ട് പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പേഴ്സണും ഇന്ന് പല കാര്യങ്ങളിലും അവർക്കും സ്ട്രെസ് ആയിരിക്കും. അവരെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിലും പക്ഷേ നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ ഫാമിലി അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങളും ട്രിഗർ അനുഭവിക്കാനുള്ള സാധ്യതയാണ്. നിങ്ങളുടെ പേഴ്സണും അനുഭവിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ സംസാരം വരുമ്പോൾ അത് അവിടെ പൊട്ടിത്തെറിയാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇവിടെ 2 ഓഫ് കപ്സ് എനർജി ഉണ്ട്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷനാണ്, ഡീപ്പ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി സ്പിരിച്വൽ കണക്ഷൻസ് ആണ്. ഓക്കെ, ആ കണക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ട്രിഗർ ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ട്രിഗർ ആവും. ആ പരസ്പരം ആ ഒരു എനർജീസ് വരുന്ന അങ്ങനെയാണ്. ഓക്കെ, സോ സൂക്ഷിക്കാവുന്ന ദിവസം. എന്തായാലും വാർണിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ബട്ട് സ്നേഹമുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇന്നത്തെ ദിവസത്തെ എനർജി കണക്കാക്കണ്ട, അത് വന്നും പോയിക്കൊണ്ടിരിക്കും. സാരമില്ല, അതൊക്കെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടുവരും, അത് മാറും, എനർജി ചേഞ്ച് ആവും, പ്രശ്നമില്ല. ഓക്കെ, ബട്ട് ഈ ഒരു കാർഡ് ഓക്കെ നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ജസ്റ്റ് ഓവറോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ഡീപ്പ് ഫീലിങ്സ് നിങ്ങളോട് എന്താണെന്ന് കൂടി എടുക്കാം. ഓക്കെ, 2 ഓഫ് കപ്സ് വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറം പറയാനൊന്നുമില്ല. എന്നാലും ഓക്കെ, 8 ഓഫ് വൺസ്, കിങ് ഓഫ് കപ്സ് ഒന്നുകൂടി എടുക്കണ്ട. ഓക്കെ, ഇരിക്കട്ടെ, ശരി. വെരി ബ്യൂട്ടിഫുൾ എനർജി. ശരിക്കും അവരെ മനസ്സിൽ നിങ്ങളെ പേഴ്സണിനെ ഡൗട്ട് ചെയ്യൊന്നും വേണ്ട. അവരെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് ഫീലിങ്സ് തന്നെയാണ്. കിങ് ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുമായിട്ട് ശരിക്കും അവർ വളരെ സ്റ്റേബിൾ ആയിട്ടൊരു കണക്ഷനാണ്. അത് നിങ്ങൾ ഇന്ന ദിവസം ഈ ഒരു എനർജി കൊണ്ട് കേടുവരുത്താതിരിക്കാം. ഓക്കെ, തൽക്കാലം ദേഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, മാറ്റി വയ്ക്കുക. കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ പേഴ്സണിൻ്റെ സ്നേഹം ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ദിവസം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം വരികയാണെങ്കിൽ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്തിരിക്കുക. അധികം അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുക മീൻസ് മാക്സിമം മാറി നിൽക്കുക. നിങ്ങളും അങ്ങോട്ടും ചെയ്യാൻ പോകണ്ട. ഓക്കെ, ബട്ട് എനിവേ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിലുണ്ട്. നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസമല്ല, മീൻസ് ഈ അടുത്തുള്ള എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. പേഴ്സണിന് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹം തന്നെയാണ്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. യെസ്, ഓക്കെ, എല്ലാം നല്ല കാർഡ്സാണ്, പോസിറ്റീവ് കാർഡ്സാണ്. ഞാൻ എടുക്കുന്നില്ല കൂടുതൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ നല്ലൊരു ഫാമിലി പോലെ ഹാപ്പി ആയിട്ട് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് കാണുന്നത്. സ്നേഹം അത്രയും ഉണ്ട്. 2 ഓഫ് കപ്സ് എനർജി തന്നെ നമുക്ക് ധാരാളമായിരുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടി എടുത്താണ്. ഓക്കെ, ഇന്നത്തെ ദിവസം എന്തെങ്കിലും എനർജി ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അങ്ങനെ അയ്യോ എൻ്റെ എല്ലാം പോയി എന്ന രീതിക്ക് റിയാക്ട് ചെയ്യാതിരിക്കുക. വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്താൽ വലിയ മോശമില്ലാതെ ഈ ഒരു എനർജി നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. ഓക്കെ, ആൻഡ് മൂണോളജിയുടെ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ. ഫുൾ മൂൺ റെമഡീസ് ഒക്കെ ചെയ്യാം. നിങ്ങൾ ഒരുപാട് ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനവനെ കൺട്രോൾ ചെയ്യാൻ എൻ്റെ കുറച്ച് നമ്മുടെ റെമഡീസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യാം. ഞാൻ ഇട്ട് വയ്ക്കാം അതിൻ്റെ താഴെ. ഓക്കെ, ലിങ്ക്സ് ഷെയർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. Confidence is your key to success. Believe in the impossible. Don't let your past hold you back.
The answers you need are coming. കാർഡ് എടുക്കാൻ നോക്കുന്നു. Look at the bigger picture. Communication is key. Yes, okay. And you're very close to achieving your goals. Okay. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വലി ഈ ഒരു എനർജി മാറിക്കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് നല്ല സ്മൂത്തായിട്ട് തന്നെ പോകും. ഓക്കെ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കോൺഫിഡൻസിൽ നിൽക്കുക, നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുക. പക്ഷേ ഇന്നത്തെ ദിവസം ഐ തിങ്ക് വേണ്ട, ഇന്നത്തെ ദിവസം നമുക്കിത് വേണ്ട. കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾ കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകും. അത് പിന്നെ കൺട്രോൾ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും. എനിവേ, കോൺഫിഡൻസോടെ ഇരിക്കുക, നിങ്ങൾ ധൈര്യം വെക്കുക, അത് മാത്രം പറയാം. ഓക്കെ, ധൈര്യം വെക്കുക. നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പറഞ്ഞ് ട്രിഗർ ചെയ്താലും ശരി, എന്തെങ്കിലും പറഞ്ഞാലും ശരി, ഓക്കെ, നിങ്ങൾ ധൈര്യം വെക്കുക. എന്നിട്ട് എല്ലാം ബെറ്റർ ആവും എന്ന രീതിയിൽ. ഓക്കെ, അത് ഇപ്പോഴത്തെ ഒരു എനർജിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ബിലീവ് ഇൻ ദി ഇമ്പോസിബിൾ. യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. നിങ്ങൾ ബിലീഫ് വെക്കാം. ഓക്കെ, മിറക്കിൾസ് നടക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളെ ട്രിഗർ ചെയ്യാൻ വിടരുത്. ഓക്കെ, ആ പാസ്റ്റിൽ ജീവിക്കാതിരിക്കുക. ഓക്കെ, പാസ്റ്റിലും പോണ്ട, ഫ്യൂച്ചറിലും പോണ്ട എന്നാണ് പറയുക. ഇപ്പോഴത്തെ മൊമെന്റ് എന്താണോ അത് എൻജോയ് ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തെ മൊമെന്റ് എന്താണെന്ന് വെച്ചാൽ അതിനെ എൻജോയ് ചെയ്യുക. നിങ്ങൾ തൽക്കാലം ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ, ഓക്കെ, അത് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ, ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ, ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതേപോലെ ആവണം ഫ്യൂച്ചറിലും ഇല്ല. ഓക്കെ, സോ അത് മാറും, അത് വിശ്വസിക്കുക. ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലാരിറ്റി ഒക്കെ വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഡോണ്ട് വറി. ആൻസേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കാര്യങ്ങൾ എന്നാണ്. ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ഇപ്പം പ്രശ്നങ്ങൾ വല്ലതും വന്നാൽ നിങ്ങൾ ഇപ്പോഴത്തെ ആ മൊമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട. ഓക്കെ, ബാക്കി നോർമലി ആ പേഴ്സൺ എങ്ങനെയാണ്, ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്താണ്, എല്ലാം നിങ്ങൾ ആ ചിന്തിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ആ നേരത്തെ ഒരു ട്രിഗറിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിനെ അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, ബാക്കി ബിഗർ പിക്ചർ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി അപ്പുറം ഇപ്പുറം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് റിയാക്ട് ചെയ്യാം. ഓക്കെ, എടുത്ത് ചാടി എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രിഗറായിട്ട് ബിഹേവ് ചെയ്യേണ്ട. ഓക്കെ, ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് കീ. യെസ്, സംസാരം ആവശ്യമാണ്, പക്ഷെ ഇന്നത്തെ ദിവസം സൂക്ഷിച്ച് ആൻഡ് പറയുന്ന കാര്യങ്ങൾ, ഓക്കെ, എത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്നു, എത്ര നമ്മൾ ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു, അത് മാത്രമല്ല നമ്മൾ എത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നു, എല്ലാം മാറ്ററാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇസ് കീ ആൻഡ് യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ. പറയുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു നല്ല രീതിയിൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിൽ അത് നടക്കും. ഓക്കെ, ഇപ്പോഴത്തെ ചില ട്രിഗേഴ്സ്, വാർണിങ്സ് ഒന്ന് ശ്രദ്ധിക്കുക, അത് മാത്രം. അതൊന്ന് കടന്നു കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ആക്ച്വലി സിറ്റുവേഷൻ ബെറ്റർ ആവുകയും ചെയ്യും. കുറച്ച് ഈ ഒരു എനർജി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ആവുകയും ചെയ്യും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.